കോഴിക്കോട് കൊടിയത്തൂരിൽ സ്വകാര്യ ബസ്സിന് മുന്നിലേക്ക് നടന്നു നീങ്ങിയ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഡ്രൈവറുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. കുട്ടി നടന്നു വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് വശത്തേക്ക് തിരിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് തയ്യിൽ ബസ്സിന്റെ ഡ്രൈവറായ ഷിനോജ് പറഞ്ഞു. കുട്ടി ബസ്സിനടിയിൽ പെട്ടുവെന്നായിരുന്നു ഒരു നിമിഷം താനും കരുതിയത്. സ്വന്തം കുഞ്ഞായിരുന്നു ആ നിമിഷം മനസ്സിലെന്നും ഷിനോജ് പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ ബസ്സിൽ നിന്നും ഇറങ്ങിയ ഷിനോജ് 2 ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് ബസ്സിൽ തിരികെ കയറിയത്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അത്ഭുതകരമായ രക്ഷപ്പെടലാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കത്തിപ്പടരുന്നത്. ആ വീഡിയോ കാണുമ്പോഴും ആ വീഡിയോയിൽ കാണുന്ന ഡ്രൈവറുടെ മനസാന്നിധ്യത്തെ വലിയ തോതിലാണ് ആളുകൾ അഭിനന്ദിക്കുന്നത്. എന്തായാലും ആ ഡ്രൈവർ നമ്മോടൊപ്പമുണ്ട്. ഷിനോജ് എന്നാണ് പേര്. നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം. എന്താണ് ശരിക്കും സംഭവിച്ചത്? ആ ഒരു വീഡിയോ കാണുമ്പോൾ ആളുകൾ അങ്ങ് വിറച്ചു പോവുകയാണ്. പക്ഷേ ഒരു വലിയ ആശ്വാസം തോന്നുന്നത് എന്താ വെച്ചാൽ, ഞാൻ റണ്ണിങ്ങിൽ ഓട്ടോറിക്ഷ ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അതിൽ ഇറങ്ങി ഒരു കുട്ടി ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്ത് ഓടി. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓട്ടോറിക്ഷ കഴിഞ്ഞ പിന്നെ കുട്ടീനെ കാണണേ. ഞാൻ ചവിട്ടി വണ്ടി വലത്തോട് വെട്ടിച്ച് എന്തോ ഭാഗത്തിന് കുട്ടി രക്ഷപ്പെട്ട് അടി കുടുങ്ങാതെ. അത് കൊടിയത്തൂർ. ഞാൻ അധികം ദൂരമല്ല, ഗ്യാപ്പില്ല. പെട്ടെന്ന് കണ്ടതാ. പെട്ടെന്ന് ഇത് ചെറിയ കുഞ്ഞല്ലേ, അത് ഓട്ടോറിക്ഷൻ്റെ അവിടെ നിന്ന് മറി കിടക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ. നല്ല സ്പീഡിലാണ് കുഞ്ഞ് ഓടിയത്. അപ്പുറത്ത് അതിന് അമ്മ ഇപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മേൻ്റെ അടുത്തേക്ക് ഓടിയതാണ്. പക്ഷെ അത് എന്തോ ഭാഗത്തിന് കണ്ടു, വലത്തോട്ട് വെട്ടിച്ച് ചവിട്ടി നിർത്തി. വെട്ടിക്കല്ല, രക്ഷയല്ല. പെട്ടെന്ന് മനസ്സിൽ എൻ്റെ കുഞ്ഞിനെ ഓർമ്മ വന്നത്. കാരണം എനിക്ക് അതേമാതിരി ചെറിയ കുഞ്ഞുണ്ട്, 2 വയസ്സുള്ള കുഞ്ഞുണ്ട്. അപ്പോൾ അതേ ഓർമ്മ മനസ്സിൽ വന്ന് എന്തോ ഭാഗ്യത്തിന് ഞാൻ വിചാരിച്ച അടി കുടുങ്ങിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഗ്ലാസ് കൂടെ കണ്ടു റിട്ടേൺ ഓടുന്നത്. അതിലെ സമാധാനമായത്. കഴിഞ്ഞ് പിന്നെ ഇടങ്ങാറായിപ്പോയി. കൈ വരച്ചിട്ട് വണ്ടി അവസ്ഥയായി. പിന്നെന്താ വണ്ടി കയറുന്നത്? ഞാൻ പിന്നെ ലീവാക്കി. വീഡിയോ എന്നാ പുറത്തുവിട്ടെ? ഞാൻ പുറത്തോട്ടില്ലായിരുന്നു. ഒന്നുമില്ല, ഞാൻ കണ്ടക്ടർ എന്നോട് പറഞ്ഞു അത് വിട്, രക്ഷിതാക്കൾ കാണട്ടെ, എന്താ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കണം എന്ന് കണ്ടോട്ടെ, വിട്ടുതരായിരുന്നു ഗ്രൂപ്പിൽ. അങ്ങനെ പോയി. ഫുള്ള് മീഡിയ മൊത്തം അത് വൈറലായി. അതെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഈ കുട്ടി അച്ഛൻ്റെ അടുത്ത് ഇറങ്ങി ഓടുന്ന ഓട്ടോറിക്ഷന് അമ്മേൻ്റെ അടുത്തേക്ക് ഓടുക. അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ കുട്ടികളെ നല്ല ശ്രദ്ധിക്കണം. അങ്ങനെയായിരുന്നു. കുട്ടികൾക്ക് അറിയില്ലല്ലോ, തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഇതിങ്ങനെ ആവില്ല, കൊല മാറും. അതാ പറഞ്ഞേ. ഇല്ല, ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ അവർ ബംഗാളീസാണ്, മലയാളീസ് അല്ല. കണ്ടു, അവിടെ നിന്ന് സംസാരിച്ച് പോന്നാ, കുഴപ്പമൊന്നുമില്ല. അവരും ആകെ ഷോക്കായി പോയി, ആകെ പേടിച്ചില്ല. കുഞ്ഞാടി കുടുങ്ങിയെന്ന് അവർ വിചാരിച്ചത്. കാരണം അങ്ങനെ വന്നേ, അത്ര വീഡിയോ കണ്ടല്ലേ, വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെ സംഭവം. ഞാൻ 4 കൊല്ലം കഴിഞ്ഞു. 4 കൊല്ലം കഴിഞ്ഞു, 5 കൊല്ലം. അത് ഞങ്ങൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യണം. കൊടുത്തൂർ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വണ്ടിയുള്ളത് ഈ വണ്ടിയാണ്. അപ്പോൾ അവർക്കൊക്കെ അറിയാം. കുഴപ്പമൊന്നുമില്ല, എന്തായാലും രക്ഷപ്പെട്ടു. പ്രതികരണം എന്താ, വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും എന്താ പറയുക, അതിശയന്മാരി എല്ലാവരും പറയുന്നു. എല്ലാവരും വീട്ടുകാർ കണ്ടപ്പോൾ പറഞ്ഞ് ബസ്സിൽ പണി നിർത്തിയാലേ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതെ, അപകടങ്ങൾ കാണുമ്പോൾ ഇതിപ്പോൾ ലൈവ് നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴല്ലേ നമുക്കിത് അറിയുള്ളൂ. അതെ തൃപ്തി. അതെ, ദൈവത്തിൻ്റെ കരുത്ത് അതന്നെ. എന്തായാലും വലിയ ഒരു ആശ്വാസമാണ്. കാരണം പെട്ടെന്നൊരു ആത്മസംയമനം പാലിച്ചാൽ മാത്രമേ ആ വാഹനം വെട്ടിച്ച് അവിടേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. മലയാളികളല്ല ആ കുടുംബം. ആ കുടുംബത്തിൻ്റെ ആ കുട്ടികളെയും കുട്ടിയുടെ രക്ഷകർത്താക്കളെ അപ്പോൾ കണ്ടു. പക്ഷേ വലിയൊരു സന്ദേശമാണ് ഈ ഒരു അപകടം രക്ഷകർത്താക്കൾക്ക് നൽകുന്നത്. കാരണം കുട്ടികളുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്ര ശ്രദ്ധ കാണിക്കണം, അല്ലെങ്കിൽ ഒരു തെരുവിലേക്ക് അല്ലെ തിരക്കേറിയ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എത്രമാത്രം ശ്രദ്ധ രക്ഷകർത്താക്കൾ നൽകണം എന്നൊരു പാഠം തന്നെയാണ് നൽകുന്നത്. എന്തായാലും വലിയ അഭിനന്ദന വർഷമാണ് ഡ്രൈവർക്ക് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.